നമ്മൾ വിചാരിക്കും ഇത് സാധാരണ ഒരു സ്തുതിഗീതമാണ്, പക്ഷേ ഇതിന്റെ അർത്ഥം അറിയുന്നത് വരെ മാത്രം. ഫാർസി ലാംഗ്വേജിലുള്ള ഈ 2 വരികളുടെ അർത്ഥം, യാ റസൂലെ, അങ്ങയുടെ അത്യുന്നതമായ പദവി എവിടെയാണ്, എന്റെ പരിതാപസ്ഥ എവിടെയാണ് എന്ന രീതിയിൽ താരതമ്യം പോലും അസാധ്യമാവുന്ന ഉയരത്തിൽ റസൂലിനെ കാണുന്ന വിശാലമായ അർത്ഥതലം ഈ വരികൾക്കുണ്ട്. അങ്ങ് മസ്ജിദുൽ ഹറമിന്റെ തന്നെ അധിപനാണ്. കഅബ ഷരീഫ് സ്ഥിതി ചെയ്യുന്നത് മസ്ജിദുൽ ഹറമിലാണ്. അങ്ങ് ആ പുണ്യസ്ഥലത്തിന്റെ അധിപനാണ്. എന്നാൽ ഞാനോ, പാപങ്ങൾ കൊണ്ട് നിറഞ്ഞ എന്റെ അധരങ്ങൾ അങ്ങയെ വാഴ്ത്താൻ പോലും അശക്തമാണ്. കാരണം അങ്ങ് അനുഗ്രഹങ്ങളുടെ അവസാനിക്കാത്ത ഉറവയാണ്. സൂര്യനും വെറും മൺതരിയും തമ്മിലുള്ള ദൂരമുണ്ട് നമുക്കിടയിൽ. അത്രയും ഉയരത്തിൽ അങ്ങയെ കാണുമ്പോൾ എൻ്റെ ഒന്നുമല്ലായ്മയെ ഞാൻ തിരിച്ചറിയും. ആ തിരിച്ചറിവാണ് ഈ വരികളുടെ എല്ലാം ആത്മാവ്. അങ്ങാണ് യാഥാർത്ഥ്യം, എന്നാൽ ഞാനോ വെറും തോന്നൽ മാത്രമാണ്. അങ്ങ് വറ്റാത്ത അലകടലാണ്, ഞാൻ വെള്ളം തേടി അലയുന്ന ദാഹം മാത്രം. വെറും മൺകൂനയാണ് എൻ്റെ വീട്, അങ്ങ് സിദ്റത്തുൽ മുൻതഹ പോലെ കടന്നു പോയത്. മനുഷ്യന്റെ അറിവും ഭാവനയും എവിടെ അവസാനിക്കുന്നുവോ അവിടെയാണ് സിദ്റത്തുൽ മുൻതഹ തുടങ്ങുന്നത്. ഭൂമിയിലുള്ള ഒരു വൃക്ഷത്തിനോട് ഉപമിക്കാൻ കഴിയാൻ പറ്റാത്ത അത്രയും സൗന്ദര്യമുള്ള വലിപ്പമുള്ള സ്വർഗീയ വൃക്ഷമാണ് സിദ്റത്തുൽ മുൻതഹ. പ്രപഞ്ചത്തിന്റെ തന്നെ അതിരാണത്. ഇതിനപ്പുറത്തേക്ക് ഒരു സൃഷ്ടിക്കും പോകാൻ കഴിയില്ല. ഈ സൗന്ദര്യത്തിന്റെ ചെറിയ ഒരു ഫീല് നുസ്രത് സാഹിബ് ഈ ഒരു പോർഷൻ പാടുന്ന സമയത്ത് നമുക്ക് ലഭിക്കും. അത്ഭുതങ്ങളുടെ മിറാജ് രാവിൽ റസൂലിനെ കൊണ്ടുപോയ ജിബ്രീൽ അലൈഹിസ്സലാമിന് പോലും കടന്നു പോകാൻ കഴിയാത്ത അള്ളാഹുവിൻ്റെ സന്നിധിയിലേക്ക് റസൂൽ നടന്നടുത്തതാണ് ഈ വരികളിലൂടെ പറയുന്നത്. ഇതുകൊണ്ടൊക്കെയാണ് അടുത്ത വരികളിലൂടെ പറയുന്നത്, അങ്ങയുടെ സ്തുതിയാണ് എൻ്റെ ശിരോവസ്ത്രം, അങ്ങയുടെ ഇഷ്കാണ് എൻ്റെ കൗബ, ഞാൻ അതിനെ വലയം വെച്ചുകൊണ്ടേയിരിക്കുന്ന തുവാഫും. അഹമ്മദിലെ മീമാണ് അഹദിലേക്കുള്ള വാതിൽ. ആ അനുരാഗത്തിൻ്റെ വഴിദൂരമാണ് ഈ വരികളെല്ലാം.